അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പ് കാലമാണെങ്കിലും ഭക്ഷണ പാനീയങ്ങളുടെ രുചി നോക്കുന്ന ആളുകൾ ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിൽ കൂടുതലുണ്ടാകുന്നത്. കാരണം അവരാണ് അടുക്കളയുടെ കൈകാര്യം ചെയ്യുന്നത്. ആണുങ്ങളും കുറവൊന്നുമല്ല. ഈ ഒരു രീതിയിൽ ആളുകൾക്ക് ഇന്ന് ഭക്ഷണ പാനീയങ്ങൾ രുചി നോക്കേണ്ട ആവശ്യം വരും. കാരണം നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ ചായയിൽ പഞ്ചസാരയുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ജ്യൂസുകളിലൊക്കെ വേണ്ടുള്ള ചേരുവകളൊക്കെ ചേർന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ കറിയിലൊക്കെ ഉപ്പുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അത് നാക്ക് കൊണ്ട് രുചിച്ചു നോക്കുക തന്നെ വേണം. ഇങ്ങനെ രുചിച്ചുകൊണ്ട് അതിൻ്റെ രുചി തൊണ്ടയിലേക്ക് എത്തുന്ന, രുചി മാത്രം തടിയില്ലാതെ രുചി മാത്രം തൊണ്ടയിലേക്ക് എത്തുന്ന ഈ ഒരു രീതിയിലുള്ള പണി എന്താണ് അതിൻ്റെ വിധി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതേക്കുറിച്ച് പണ്ഡിതന്മാർ വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള രുചികൾ തൊണ്ടയിലേക്ക് ചേർന്നതുകൊണ്ട്, ഈ ഭക്ഷണപാനീയങ്ങളുടെ മധുരം അത് അറിഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഉപ്പ് രസവും മറ്റുള്ള പുളി രസവും ഒക്കെ അറിഞ്ഞതുകൊണ്ട് അവൻ്റെ നോമ്പിന് തകരാറില്ല എന്ന് ഉടനെ തന്നെ അത് തുപ്പിക്കളയുകയും വായ വൃത്തിയാക്കുന്ന രീതിയിൽ വായിൽ അതിൻ്റെ രുചി പോകുന്ന രീതിയിൽ തുപ്പിക്കളയുകയും ചെയ്താൽ, നജസ് അല്ലാത്തത് കൊണ്ട് കഴുകണമെന്നില്ല, അത് തുപ്പിക്കളഞ്ഞാൽ മതി. നജസ് ആണെങ്കിലാണ് നമ്മളത് കഴുകണം, വായ വൃത്തിയാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ രുചി നോക്കുകയും അങ്ങനെ തുപ്പി വായ വൃത്തിയാവുകയും ചെയ്ത് അതിൻ്റെ രുചി മൊത്തം പോവുകയും ചെയ്താൽ പിന്നീട് അവൻ്റെ നോമ്പിന് പ്രശ്നങ്ങളുണ്ടാവില്ല. ഇത് സ്വാഭാവികമായി നമ്മുടെ അടുക്കളകളിൽ ഇന്ന് അധികവും വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സംശയത്തിലാക്കുന്ന വിധി നിലക്കുള്ള ചില പണികളാണെങ്കിലും നോമ്പിന് അതിന് തകരാറില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ പഴയകാലത്ത്, ഇപ്പോഴതില്ല, പഴയ കാലത്തുള്ള ആളുകളൊക്കെ വെറ്റില മുറുക്കുക എന്നുള്ള പണിയുണ്ട്. അത്താഴം കഴിഞ്ഞാൽ ഒന്ന് മുറുക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള സമയങ്ങളിലൊക്കെ വെറ്റില മുറുക്കുന്ന ആളുകൾ, ഈ വെറ്റില മുറുക്കുന്ന ആളുകൾ വെറ്റില മുറുക്കി കഴിഞ്ഞാൽ പിന്നീടും അതിൻ്റെ ചുവപ്പും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വായിലുണ്ടാകുമല്ലോ. അങ്ങനെ വായിലുണ്ടാകുമ്പോൾ ഈ ചുവപ്പുമായി ലയിച്ച അവൻ്റെ തുപ്പുനീര് അവൻ്റെ വായിലുണ്ടാകും. ഈ തുപ്പുനീര് ഈ ചുവപ്പ് കളറുമായി അവൻ്റെ വായിലുണ്ടാവുകയും ഈ തുപ്പുനീര് അവൻ വിഴുങ്ങുകയും ചെയ്താൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വെറ്റില പോലെ തന്നെ ചുവപ്പ് കൊണ്ട് പകർച്ചയായ രീക്ക് തുപ്പുനീര് വിഴുങ്ങിയാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും. വൈൻ താഴ്സറൈസാലത്തുഹ, അത് നീക്കാൻ കഴിയുന്നില്ല, വായിൽ നിന്ന് നീക്കാൻ കഴിയുന്നില്ല, എന്നാൽ പോലും ആ തുപ്പ് നീര് വിഴുങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ്. കാരണം നോമ്പുമായി പ്രമാണിച്ച് പ്രയാസപ്പെടേണ്ട രീതിയിലാക്കിയിട്ട് അത് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് വെറ്റില മുറുക്കാതിരുന്നാൽ മതിയല്ലോ. ആ വെറ്റിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെറ്റിലയുടെ ചുവപ്പ് അവൻ്റെ നോമ്പിന് തടസ്സമാണ്. അത് അവൻ്റെ വായിൽ നിന്ന് ഉള്ളിലേക്ക് പോയാൽ, ഈ ചുവപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുപ്പുനീരുള്ളിലേക്ക് പോയാൽ അതവൻ്റെ നോമ്പിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ്, നോമ്പ് ബാത്തിലാകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയുള്ള ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ വെറ്റില എന്നുള്ളതൊരു ഉദാഹരണമാണ്. മറ്റുള്ള ഏത് വിഷയങ്ങളും വായിൽ വെക്കുകയും വായിൽ അതിൻ്റെ കളറുണ്ടാവുകയും, അത് ചില പഴങ്ങളുണ്ട്, ആ പഴങ്ങൾ കഴിച്ചാൽ സ്വാഭാവികമായി വായിൽ കുറേ സമയം അതിൻ്റെ കളറും അതിൻ്റെ രുചിയൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ നോമ്പിൻ്റെ മുമ്പ്, അത്താഴം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുകയും അത്താഴ ശേഷം അവൻ്റെ വായിൽ ഇതിൻ്റെ കളറോട് കൂടിയുള്ള, ഈ പഴങ്ങളുടെ കളറോട് കൂടിയുള്ള അല്ലെങ്കിൽ മധുരമുള്ള തുപ്പുനീരുണ്ടാവുകയും ആ തുപ്പുനീര് വിഴുങ്ങുകയും ചെയ്താലും അവൻ്റെ നോമ്പ് ബാത്തിലാണ്. കാരണം ഇത് പിന്നെ അവൻ്റെ വായിലുള്ള അവശിഷ്ടങ്ങൾ അവൻ്റെ ഉള്ളിലേക്ക്, മധുരം അല്ലെങ്കിൽ ഈ കളറുള്ള തുപ്പുനീര് ഈ പിന്നെ പഴത്തിൻ്റെ കളറുമായി സമ്മിശ്രമായ അവൻ്റെ തുപ്പുനീര് ഉള്ളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവൻ്റെ നോമ്പ് ബാത്തിലായി പോകും. ഈ രണ്ട് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അത്താഴം കഴിക്കുന്ന സമയത്താണ് കൂടുതലും ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. വെറ്റിലയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കളറുള്ള ഏത് സാധനങ്ങളാണെങ്കിലും ആ കളറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുപ്പുനീരാൻ വിഴുങ്ങുകയാണെങ്കിൽ അതിലുള്ളവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ കാര്യം ശ്രദ്ധിക്കുന്നതോടുകൂടി തന്നെ ഇനി ഈ തുപ്പുനീർ, ഒന്നുമില്ലാത്ത തുപ്പുനീരുണ്ട്, ഒരു വിഷയവുമില്ല, യാതൊരു കുഴപ്പമില്ല, പക്ഷെ അത് എന്തോ പകർച്ചയാവാത്ത, വായിലിട്ട് ചവച്ചാൽ പോലും ഇന്നിപ്പോൾ ചുയിങ്കം പോലെ തന്നെ, അത് മധുരമുണ്ട്, മധുരമില്ല, രുചിയില്ല, ഒന്നുമില്ല, ഇതിൻ്റെ തടി പോരുന്നില്ല, അതിങ്ങനെ വായിലിട്ട് കൊണ്ട് ചമക്കുകയാണ്. മുസ്തക പോലുള്ള സാധാരണ പറയാറുണ്ട്, ഇലക്കകൾ പറയാറുണ്ട്, ഈ പിന്നെ വായിലിട്ട് കൊണ്ട് കളിക്കുന്ന ആളുകളൊക്കെ സാധാരണ വായിലതിട്ട് ചവച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കാറുണ്ട്. കളിക്കുമ്പോൾ അതിലൂടെ തുപ്പുനീരുണ്ടാകും. ആ തുപ്പുനീരിങ്ങനെ വിഴുങ്ങിയിട്ട് അവന് തൊണ്ടയിൽ വെള്ളം പറ്റാതിരിക്കാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നതുപോലെ നോമ്പുകാരന് ചെയ്യാവോ? നോമ്പുകാരന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
കാരണം അവൻ്റെ തുപ്പുനീരിന് യാതൊരു പകർച്ചയുമില്ല. ആ രീതിയിലുള്ള സാധനമാണ് ചവക്കുന്നത്. ചവച്ചത് കൊണ്ട് ചവച്ചിങ്ങനെ തുപ്പുനീരുണ്ടാക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നാലും അത് നല്ലതല്ല എന്ന് ഹദീസിലൂടെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വലാക്കിൻഹ ഈ വിഷയത്തെ തൊട്ട് നിരോധിക്കപ്പെട്ട അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചവച്ചുകൊണ്ട് തുപ്പുനീര് വായിലുണ്ടാക്കുകയും തുപ്പുനീരിന് യാതൊരു രുചിഭേദവും ഒരു മാറ്റവും വന്നിട്ട് പോലുമില്ലെങ്കിൽ അത് വിഴുങ്ങാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ചവച്ചുകൊണ്ട് തുപ്പുനീരുണ്ടാക്കി അവൻ വിഴുങ്ങിക്കളഞ്ഞാൽ അവൻ്റെ നോമ്പിന് അത് തകരാറ് സംഭവിക്കില്ല. എങ്കിലും അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ വ്യക്തമായ നിരോധനവും അങ്ങനെ ചെയ്യരുതേ എന്ന് വന്നിട്ടുണ്ട്. നോമ്പ് ബാത്തിലായതുകൊണ്ടല്ല ഈ കാര്യം ചെയ്യരുത് എന്നുള്ളത് നിരോധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ദീന പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വാഖിറു അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.